ഇങ്ങോട്ട് പോര് വീഴും. ഞാൻ വണ്ടി സിമെന്റ് വണ്ടി വന്നിട്ടുണ്ടല്ലോ, അത് ഇറക്കി കൊടുക്കട്ടെ. പിന്നെ ആളില്ല, വേറെ ആരും ഇല്ല. നിങ്ങളോട് ഡോക്ടറല്ലേ പറഞ്ഞ് പുറത്തിറങ്ങരുത്, തലയിൽ വെയിറ്റ് ഒന്നും എടുക്കരുത്, പൊടിയൊന്നും ആവരുതെന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ സിമെന്റ് എടുക്കാൻ പോവാ? അങ്ങനെ ഡോക്ടർ പലതും പറയും, അത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ ഒരുപാട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരുപാട് ലീവല്ലുള്ള, അപ്പൊ എന്തെങ്കിലും പൈസ എല്ലാം വേണ്ടേ? ഞാൻ പോയിട്ട് എന്താ പൈസ എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിപ്പില്ലേ? പിന്നെ അതിനായിട്ട് പോണോ പണിക്ക്? ഇപ്പൊ കിട്ടിയ പണി വെറുതെ പോയി കണ്ടില്ല ആക്കടോ. ആ പിന്നെ ഞാൻ പോയിട്ട് ഞാൻ വരാം. എന്താന്ന് ചേച്ചി പറയുന്നൊന്നും മനസ്സിലാക്കൂലോ. തക്കൂടെ പപ്പ വരുമ്പോ എന്താ വണ്ടിയാണ്ടേ? എന്നാ വണ്ടിയാണ്ടേ? അപ്പ പോണ്ടേട്ടാ, അപ്പ പോണ്ടേട്ടാ. ടാറ്റാ 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 ടാറ്റ പറ. ഒരു വന്നേ, ഒരു വന്നേ. ആ എന്നാ ശരിയാണ്. ആട്ടാട്ടു ആരാരോ തക്കിട് മുത്ത് ആരാരോ തക്കിടു അവിടെ നിന്നാ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഭക്ഷണമെല്ലാം കഴിച്ചു. അത് ചോദിച്ചപ്പോ തക്കടും ഇല്ല പറയുന്നു ഇവിടുന്ന്. അതാ തക്കടും എന്തല്ലോ പറയുന്നുണ്ടേ, ഊഞ്ഞാലാടുന്ന ഞങ്ങൾ ഇവിടുന്ന്. പിന്നെ ചേച്ചി ഭക്ഷണം എല്ലാം കഴിഞ്ഞാ? പിന്നെ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചേ. എന്തായിരുന്നു? നിനക്കൊരു 30,000 രൂപ വേണേനു. അയ്യോ, ഞങ്ങൾ ജയിലുണ്ടാവുക? ഇല്ലല്ലോ ചേച്ചി, നമ്മുടെ അവസ്ഥ അറിയത്തില്ലേ. ഇല്ല, 30,000 എല്ലാം ഒന്നും ഇല്ല ചേച്ചി. അതിന്റെ മോളൊരു അഡ്മിഷന്റെ ആവശ്യത്തിന്. അഡ്മിഷന്റെ കാര്യല്ലേ? പിന്നെ നമ്മുടെ പ്രജീഷ് ചേട്ടന് ഒരു ചെറിയൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു 25,000 രൂപ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് തരാം, പക്ഷേങ്കില് നമുക്ക് ഒരാഴ്ച ആകുമ്പത്തേക്കും തിരിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രജീഷ് ചേട്ടനോടൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ചേച്ചി ഞാൻ തിരിച്ചു വിളിക്കാം. ശരി. ഹലോ, ആതിരേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആതിരേച്ചിന്റെ മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു 30,000 കൊടുക്കാനുണ്ടോന്ന് കടം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ 30,000 ഇല്ല, ഇങ്ങനെ ഓപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചാൽ ഒരു 25 ഉണ്ട്, അതെടുത്തോന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ കൊടുക്കാല്ലേ?